ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കില്ല, 100% പിടിക്കില്ല. കാരണം എൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ലോങ് ഡ്രൈവ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. പല ലോങ് ഡ്രൈവ്സിൽ ഇതുപോലെ ഓരോ പരീക്ഷണങ്ങളും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാനൊരു ലോങ് ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10,500 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തു. അത് കുറച്ച് ഹൈ റേഞ്ച് തന്നെയാണ് പോയത്. അപ്പോൾ അന്നേരം പലരും ഫേസ് ചെയ്യുന്നൊരു വലിയൊരു ഇഷ്യൂ ആണ് വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിക്കുന്നു. അതും രാത്രി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നത്. എന്നാൽ അതിനെക്കുറിച്ചൊരു സൊല്യൂഷൻ, ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും അതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വാഹനത്തിലോട്ടൊന്ന് കയറാം. കാരണം നമുക്കറിയാം, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് AC ഇട്ടാണ് ഒരു 99% ആൾക്കാരും വാഹനം ഓടിക്കുന്നത്. AC ഇടാതെ ഓടിക്കുന്ന ആൾക്കാർ കുറച്ച് ചുരുക്കമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നമ്മുടെ വാഹനം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ AC ഇട്ട് കഴിഞ്ഞാൽ പഴയതുപോലെ മൈലേജ് കുറയും, അല്ലെങ്കിൽ മൈലേജ് ഇല്ലാതെയാകും എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടൊക്കെ മാറി നല്ല രീതിക്ക് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും വാഹനത്തിൽ AC ഇട്ട് തന്നെയാണ് ഓടിക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളൊരു ഹൈ റേഞ്ച് ഒക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം നല്ല തണുപ്പായിരിക്കും. ഈ തണുപ്പുള്ള സമയത്ത് നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വാഹനത്തിൻ്റെ AC, അതായത് ഈ AC ഇപ്പോൾ ഒന്നിലായിരിക്കും ഇട്ടിരിക്കുന്നത്, AC സ്വിച്ച് ഓൺ ആയിരിക്കും. ഈ ടെമ്പറേച്ചർ നമ്മൾ കുറച്ചൊന്ന് കയറ്റിയിടും. ഇങ്ങനെ ടെമ്പറേച്ചർ കയറ്റി വെച്ചായിരിക്കും നമ്മൾ വാഹനം ഓടിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഫേസ് ചെയ്തൊരു വലിയൊരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ടെമ്പറേച്ചർ നല്ല തണുപ്പായിരിക്കും, അകത്ത് അത്ര തണുപ്പ് വരത്തില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പലപ്പോഴും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. അതായത് മഴയൊക്കെ ഉള്ള സമയത്താണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് പുറത്ത് തണുപ്പ് കൂടുതൽ, അകത്ത് തണുപ്പ് കുറവ്, ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താ, AC ഒന്നിലിട്ട് കഴിഞ്ഞ് ഈ ഹീറ്റും കൂടി ഇട്ട് നമുക്ക് നോർമലായിരിക്കും, മിസ്റ്റോ കാര്യങ്ങളോ ഒന്നും പിടിക്കത്തില്ല. പക്ഷേ ഇവിടെ മിസ്റ്റ് പിടിക്കാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ച ഒരു കാര്യമാണ്, പുറത്ത് തണുപ്പുണ്ട്, അങ്ങനെയാണെങ്കിൽ വാഹനത്തിനകത്തും ഇതേ സെയിം തണുപ്പ് കിട്ടും നമ്മൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഇട്ട് കഴിഞ്ഞാൽ. അതെ, ഈ കാണുന്ന ഒരു ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നമ്മൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ, അതായത് പുറത്തുനിന്നുള്ള കാറ്റ് അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്സൈഡും ഇൻസൈഡും ഒരേ ടെമ്പറേച്ചർ ആണെങ്കിൽ മിസ്റ്റ് പിടിക്കത്തില്ല. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെയാണ് ഒരു തെറ്റ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഞാൻ ഈ രീതിയിൽ വാഹനം ഒന്ന് ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഔട്ട്സൈഡ് ഇൻസൈഡ് ടെമ്പറേച്ചർ ഒന്നാക്കുന്ന സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ നോർമലിലോട്ട് ഇടാം, AC ഓഫ് ചെയ്യാം, AC ഓഫ് ചെയ്ത് ഫാനിൻ്റെ സ്പീഡ് 1 ഇടാം, 2 ഇടാം. ഏതിട്ടാലും പുറത്തുനിന്നായിരിക്കും എയർ വലിക്കുന്നത്. അപ്പോൾ ശരിക്കും പുറത്തെ ടെമ്പറേച്ചറും അകത്തെ ടെമ്പറേച്ചറും ഒന്നാകുകയാണ്, സെയിം ടെമ്പറേച്ചർ ആവുകയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്, നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ഓരോ തവണ വാഹനം ഇങ്ങനെ ഓടിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണല്ലോ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഫ്രണ്ട് ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിച്ചു. അപ്പം സ്വാഭാവികമായിട്ട് കുറച്ച് പേർക്ക് സംശയം തോന്നും, പുറത്തെയും അകത്തെയും ടെമ്പറേച്ചർ സെയിം ആയിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്, അതായത് വിൻഷീൽഡ് ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നേരം ആ മിസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്തുകൊണ്ടാണെന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ശരിയാണ്, കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ അകത്ത് വന്ന് ഇതിനകത്ത് ഒരു ടെമ്പറേച്ചർ ആയിട്ടുണ്ടെങ്കിൽ പോലും വാഹനത്തിനകത്ത് 4 പേരുണ്ടായിരുന്നു. ഈ 4 പേരുടെയും ബോഡി ഹീറ്റാണ്. അതായത് ഞാൻ, പിള്ളേർ, വൈഫ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെ എല്ലാം, നമ്മുടെ ബോഡി നോർമൽ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ അതിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചൂട് ഈ വാഹനത്തിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്നൊരു തണുപ്പ് അകത്തോട്ട് കയറിയെന്ന് പറഞ്ഞാലും വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നോർമലി ഈ പറയുന്ന കാര്യം മാറ്റി ഒന്നാമത്തെ സ്പീഡിൽ തന്നെ ഇട്ടു, AC ഓണാക്കി, ടെമ്പറേച്ചർ കുറച്ച് നേരത്തേക്ക് ഈ സെയിം രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മിസ്റ്റ് തന്നെ പോയി. മിസ്റ്റ് പോകാൻ വേണ്ടിയുള്ള എളുപ്പ വഴി, ഇതുപോലെയൊക്കെ ചെറുതായിട്ട് മിസ്റ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, 3-ലിടുക, ഇൻസൈഡ് സർക്കുലേഷൻ ഇടുക, ഡീഫോഗർ മോഡിലോട്ട് ഇടുക, AC ഓൺ ആയിരിക്കണം, ടെമ്പറേച്ചറും 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കോൾഡ് കണ്ടീഷനിലോട്ട് കിടക്കണം. ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ മിസ്റ്റ് കളയാൻ സാധിക്കും, വിൻഷീൽഡിലുണ്ടായിരിക്കുന്ന മിസ്റ്റ് കളയാൻ സാധിക്കും. വിൻഷീൽഡിലെ മിസ്റ്റ് പോയാൽ ഉടനെ തന്നെ പഴയ കണ്ടീഷനിലോട്ട് മാറ്റി വയ്ക്കുക, സ്പീഡ് 1-ലാക്കുക. AC ഓൺ കണ്ടീഷനിൽ തന്നെയാണ്, ടെമ്പറേച്ചർ നമ്മളൊരു മോഡറേറ്റ് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യുക. ഈ മോഡറേറ്റ് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിൽ കയറി കഴിയുമ്പോൾ, അതായത് ഉച്ച കഴിഞ്ഞുള്ള സമയം, ഏകദേശം ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 6 മണി കഴിഞ്ഞ് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിൽ AC ഇടുമ്പോൾ, അതായത് 6 മണിക്ക് ശേഷം, വൈകിട്ട് 6 മണിക്ക് ശേഷം വാഹനത്തിൽ AC ഇടുമ്പോൾ AC ഓൺ ആയിരിക്കണം. ഒന്നാമത്തെ സ്പീഡ് മാക്സിമം ഇടാൻ ശ്രമിക്കുക. ടെമ്പറേച്ചർ എപ്പോഴും
ഈ ഒരു റേഞ്ച് തൊട്ട്, അതായത് ഒരു ഏകദേശം മിഡിൽ റേഞ്ച് എന്ന് പറയുമ്പോൾ തണുപ്പ് കഴിഞ്ഞ് ഒരു നോർമൽ ഹീറ്റും നോർമൽ കോൾഡും വരുന്ന ഒരു ടെമ്പറേച്ചറിലോട്ട് മാത്രം ഇടുക. ഇങ്ങനെ ഇട്ടാലുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വാഹനത്തിൽ ടെമ്പറേച്ചർ വരുമ്പോൾ എപ്പോഴും ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അകത്ത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ സാധിക്കും. ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിലോ സൈഡ് ഗ്ലാസ്സിലോ ഒന്നും മിസ്റ്റ് പിടിക്കുന്നതായിരിക്കത്തില്ല 100%. കാരണം ഞാനിത് പ്രാക്ടിക്കലി ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാനിപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ രാത്രി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഔട്ട്സൈഡ് സർക്കുലേഷൻ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രാത്രി വലിയ ഗുണം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഔട്ട്സൈഡ് സർക്കുലേഷൻ ഇട്ട് AC ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് AC ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ ഔട്ട്സൈഡ് ഇട്ട് നോക്കിയത്. കാരണം എനിക്ക് ഈ പറഞ്ഞൊരു രീതി നടക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ യൂസ്ലെസ് ആയി പോയായിരുന്നു. പക്ഷേ എന്നാലൊരു കാര്യം നമുക്ക് പഠിക്കാൻ സാധിച്ചു. അപ്പം ആ ഒരു രീതി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അകത്തെ ടെമ്പറേച്ചർ പുറത്തെ ടെമ്പറേച്ചർ ഒരുപോലെ ആക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റ് പിടിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മളെപ്പോഴും ഇവിടെ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കൂടെ മാച്ച് ചെയ്ത് പോയാൽ മാത്രം കാര്യമുള്ളൂ. അതുകൊണ്ട് ഇനി തൊട്ടെങ്കിലും നിങ്ങളുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് മിസ്റ്റ് പിടിക്കണ്ട എന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു കാരണവശാലും 100% നിങ്ങളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിക്കുന്നതായിരിക്കത്തില്ല. അഥവാ മിസ്റ്റ് ഫോം ചെയ്യുന്നു, മിസ്റ്റിൻ്റെ പ്രശ്നമുണ്ട്, വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ എപ്പോഴും മിസ്റ്റ് പിടിക്കുന്നു, തുടയ്ക്കേണ്ടി വരുന്നുണ്ട്, വൈപ്പർ ഇടേണ്ടി വരുന്നുണ്ട്, ഇങ്ങനെ പറയുന്നവരെല്ലാം ഈ പറഞ്ഞൊരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാഹനം വീട്ടിൽ നിന്നും എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ രീതി മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിക്കുന്നതായിരിക്കത്തില്ല. 100ൽ 110% ഞാൻ ഉറപ്പ് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത്, അഥവാ രാത്രി യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈഡ് ഗ്ലാസ്സസ് ഒക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ AC ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി സൈഡ് ഗ്ലാസ് തുറന്നിട്ടിട്ടില്ല, നല്ല തണുപ്പാണ് പുറത്തെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ പറയുന്ന ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കുന്നതായിരിക്കത്തില്ല. അങ്ങനെ മിസ്റ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ഈ സൈഡിലത്തെ ഗ്ലാസ് ഒന്ന് താത്തി ഇടുകയോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തെ അകത്തെ ടെമ്പറേച്ചറോട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് മിസ്റ്റ് പിടിക്കുമെന്നല്ലാതെ അടച്ചിട്ട് നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മിസ്റ്റ് ഫോർമേഷൻ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ വാഹനം ഓടിക്കാൻ സാധിക്കും. ഒരു കാര്യം പോലും അവിടെ പേടിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഇതുപോലെ മിസ്റ്റിൻ്റെ പ്രശ്നം വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞൊരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. ഇത് പലർക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഈ മിസ്റ്റ് കാരണം പലർക്കും ബുദ്ധിമുട്ടാണ് വാഹനം ഓടിക്കാൻ. രാത്രി മിസ്റ്റ് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനത്തിൻ്റെ വെട്ടം കൂടെ അടിച്ചു കഴിയുമ്പോൾ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അതൊരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ ഈ മിസ്റ്റ് വരുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഗ്ലാസ് കുറച്ച് താത്ത് വയ്ക്കും, മിസ്റ്റ് മാറുന്ന സമയത്ത് പിന്നെ ഗ്ലാസ് കയറ്റിയിടും. ഈ പരിപാടി എത്ര നേരം നമ്മൾ ചെയ്യും? ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകാനുള്ള ഒരു 10-600 കിലോമീറ്റർ ഒക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര വട്ടം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും? ഒരു കാരണവശാലും അതൊരു പ്രാക്ടിക്കലായിട്ടൊരു രീതിയല്ല. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള രീതിയാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കില്ല, 100% പിടിക്കില്ല. കാരണം എൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ലോങ് ഡ്രൈവ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. പല ലോങ് ഡ്രൈവ്സിൽ ഇതുപോലെ ഓരോ പരീക്ഷണങ്ങളും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് റിസൾട്ട്സ് അതിനകത്ത് നിന്ന് കിട്ടും. ഈ കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും, അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോസിലും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വിടുക. ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഞാൻ പണ്ട് ചെയ്തൊരു മിസ്റ്റിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കൂടി ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും കമൻറ്റ്സ് തന്നോളൂ.